അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. മനുഷ്യന് അസുഖങ്ങൾ ഉണ്ടാകുന്നത് അത് പാരമ്പര്യങ്ങൾ ഉണ്ടായിട്ടുള്ളതായ അസുഖങ്ങൾ. വാപ്പയ്ക്കോ ഉമ്മയ്ക്കോ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അത് മക്കൾക്കും വരാൻ ചാൻസ് ഉണ്ട്. അത് പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്നു. അത് നാം മനസ്സിലാക്കുക. കുടുംബത്തിൽ നല്ല ആലിമീങ്ങളുണ്ട് എങ്കിൽ ആ പാരമ്പര്യമാണ് പലർക്കും ഉള്ളത്. അതുകൊണ്ട് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, വിജ്ഞാനം എന്നുള്ളത് ഇസ്ലാമിൻ്റെ ജീവനാഡി എന്നാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് നാം അക്രിമുൽ ഉലമാ, ഉലമാക്കളെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. അൽ ഉലമാഉ വറസത്തുൽ അൻബിയാ, ആലിമീങ്ങൾ അൻബിയാക്കളുടെ അനന്തരാവകാശികളാണ് എന്നാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് നാം ദീനനുസരിച്ച് നാം ജീവിക്കുവാനും ഇത്തക്കും നാം അള്ളാഹുവിന് നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. ലാ ഹസദ ഇല്ലാ ഫിൽ ഇസ്നത്തൈനി, രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസദ് വെക്കുവാൻ പാടില്ല എന്നാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരാൾക്ക് അല്ലാഹു തആല ധാരാളം വിജ്ഞാനങ്ങളെ നൽകി. ആ വിജ്ഞാനത്തെ രാവും പകലുമായി ജനങ്ങൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കും. വേറെ ഒരാൾക്ക് അല്ലാഹു തആല ധാരാളം പണം നൽകി. ആ ധനത്തെ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്നവർക്ക്, യതീമീങ്ങളെയും പള്ളിക്ക് വേണ്ടിയും മദ്രസയ്ക്ക് വേണ്ടിയും കൊടുക്കും. ദീനീ മാർഗത്തിന് വേണ്ടി ദാനം ചെയ്യും. ഈ കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസദ് വെക്കുവാൻ പാടില്ല എന്നാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അല്ലാഹു തആല നമുക്ക് നാഫിയായ ഇൽമിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ.